എല്ലാവർക്കും ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന കുറുവാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ ആരാധനയിലൂടെ ദൈവത്തെ മഹത്വീകരിപ്പാനും ദൈവസന്നിധിയിൽ അങ്ങേ ആരാധിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ. വചന ചിന്തയിലൂടെ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാൻ അങ്ങ് സഹായിക്കണം. തിരുസന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയ ജനത്തെയും അടിയനെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വചനത്തിന്റെ ശക്തി അനുഭവിച്ച് ദൈവത്തെ മഹത്വീകരിപ്പാൻ സഹായിച്ചാൽ ഞങ്ങളുടെ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ വഹിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ആരാധനയിലൂടെ സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് മഹത്വീകരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ ജീവിത അനുഭവങ്ങളിലേക്ക് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം ശബത്ത് സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ശബത്ത് സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. വേദപുസ്തക പഠനത്തിൽ ദൈവശാസ്ത്രപരമായി വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു പദമാണ് ശബത്ത് എന്ന് പറയുന്നത്. ശബത്തിന്റെ ആരംഭവും അനുഷ്ഠാനവും പലതരത്തിലുള്ള സംവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. പഴയ നിയമ പുസ്തകങ്ങൾ നാം വായിക്കുമ്പോൾ ശബത്തിന്റെ ആചരണത്തെക്കുറിച്ചും ശബത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും അതിന്റെ നിയമങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ശബത്ത് എന്ന ക്രിയാപദത്തിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അവസാനിപ്പിക്കുക, വിരമിക്കുക, വിശ്രമിക്കുക എന്നെല്ലാം ഇതിന് അർത്ഥങ്ങൾ ഉണ്ട്. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ശബത്തിന് വിശുദ്ധമായി വേർതിരിച്ചത് എന്ന ഒരർത്ഥവുമുണ്ട്. വിശുദ്ധമായി വേർതിരിച്ചതാണ് ശബത്ത് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ശബത്ത് ദിവസം 7-ാം ദിവസമെന്നും ഈ 7-ാം ദിവസത്തെ ദൈവം വിശ്രമിച്ചതായും അത് മനുഷ്യന് വിശ്രമ ദിവസമായും ദൈവം കൽപ്പിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ ശബത്ത് എന്ന പേര് പരാമർശിച്ചിട്ടില്ല എങ്കിലും 7 ദിവസങ്ങൾ വീതമുള്ള കാലയളവുകളെ കുറിച്ച് അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നാം ഇന്ന് പാഠമായി വായിച്ച ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ 7-ാം ദിവസത്തിൽ ദൈവം നിവൃത്തനായിരുന്നുവെന്നും 7-ാം ദിവസം
ദൈവം വിശ്രമിച്ചുവെന്നും ഈ 7-ാം ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചതായും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ശബത്ത് എന്ന പദത്തിന്റെ നേരിട്ടുള്ള പരാമർശനങ്ങൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ശബത്ത് സൃഷ്ടിയുടെ പൂർണ്ണത എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. അപ്പോൾ ശബത്തും സൃഷ്ടിയും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ശബത്താചരണത്തിലൂടെ ഒരു വിശ്രമത്തെ കുറിച്ചും അതിലൂടെ ഒരു വിമോചനത്തിന്റെ പ്രക്രിയയെ കുറിച്ചും വേദപുസ്തകം നമുക്ക് നല്ല ചിന്തകൾ നൽകുന്നുണ്ട്. 6 ദിവസം കൊണ്ട് ദൈവം സകലവും സൃഷ്ടിച്ചുവെന്നും 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ശബത്ത് എന്ന ആ ഒരു പദത്തിന് വിശ്രമം എന്ന ഒരു അർത്ഥത്തിലേക്കും, രണ്ടാമത് മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ദൈവം വിമോചിപ്പിച്ചതിന്റെ ആ പ്രതീകമായും ശബത്ത് വിമോചനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ഒരു അനുഭവമായി മാറ്റപ്പെടുന്നു എന്നും ദൈവ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഇവിടെ ഒന്നാമതായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ശബത്ത് വിശ്രമത്തിന്റെ അനുഭവം എന്നുള്ളതാണ്. ശബത്ത് വിശ്രമത്തിന്റെ അനുഭവം. ഇന്നത്തെ പഴയ നിയമ വേദഭാഗമാകുന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം 6 ദിവസം കൊണ്ട് തന്റെ സൃഷ്ടി പ്രക്രിയ പൂർത്തീകരിക്കുകയാണ്. തുടർന്ന് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതിന്റെ 3-ാം വാക്യത്തിൽ 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചതായും വേദഭാഗത്തിലൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ 7-ാം ദിവസം ദൈവം നിവൃത്തനായിരുന്നു. ആ 7-ാം ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു. ഇവിടെ അധ്വാനങ്ങളിൽ നിന്നുള്ള ഒരു വിടവാങ്ങൽ ദിവസമായിട്ടാണ് ശബത്തിനെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. 6 ദിവസം കൊണ്ട് ദൈവം തന്റെ സൃഷ്ടി പ്രക്രിയ പൂർത്തീകരിക്കുകയും 6-ാം ദിവസം തന്നെ താൻ സൃഷ്ടിച്ച സകലവും നല്ലത് എന്ന് ദൈവം കാണുകയും ചെയ്യുകയാണ്. ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലത് എന്ന് കണ്ട ദൈവം, ആ ദൈവത്തിന്റെ മനോഭാവം ഒരു സംതൃപ്തിയുടെ, ഒരു വിശ്രമത്തിന്റെ അനുഭവമാണ്. അപ്പോൾ ഇവിടെ സംതൃപ്തിയും വിശ്രമവും. പ്രിയമുള്ളവരെ, ദൈവം ക്ഷീണിതനായത് കൊണ്ടല്ല വിശ്രമിച്ചത്. ദൈവം ചെയ്ത സകല പ്രവർത്തികളും നല്ലത് എന്ന് കണ്ടു. ആ നല്ലത് എന്ന് കണ്ടതുകൊണ്ട് ദൈവം തന്റെ സകല പ്രവർത്തികളിൽ നിന്നും ഒരു വിശ്രമത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ആ ദിവസത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചതായിട്ട് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ 7-ാം ദിവസത്തിൽ ദൈവം വിശ്രമിക്കുന്നു. ഈ 7-ാം ദിവസത്തെ പിന്നത്തേതിൽ ശബത്തായി ആചരിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം തന്റെ ദാസനായ മോശയിലൂടെ കൽപ്പന നൽകുമ്പോൾ 4-ാമത്തെ കൽപ്പനയായി ദൈവം നൽകുന്നത് അത് 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേല ഒക്കെയും ചെയ്യുക, എന്നാൽ 7-ാം ദിവസത്തെ
ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യഹോവയാകുന്ന ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് കൽപ്പന നൽകുമ്പോൾ അതിന്റെ 4-ാമത്തെ കൽപ്പന, 6 ദിവസവും നീ അധ്വാനിച്ച് നിന്റെ വേല ഒക്കെയും ചെയ്യുക, എന്നാൽ 7-ാം ദിവസത്തെ നീ വിശുദ്ധീകരിച്ച് ഒരു വിശ്രമ ദിവസമായി അതിനെ വേർതിരിക്കണമെന്ന് ദൈവം തന്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ശബത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവ സൃഷ്ടിയുടെ ഒരു വിശ്രമം ദൈവം അവിടെ നിയമിക്കുന്നതായും ഇത് ദൈവത്തിന് മാത്രമല്ല ദൈവത്തിന്റെ സൃഷ്ടിയുടെ പൂർണ്ണതയ്ക്കും ഇത് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുവാനുള്ള കാരണം, ഇന്ന് സദാ തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിശ്രമം ലേശവുമില്ലാതെ മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയാതെ അസംതൃപ്തരായി ജീവിച്ച് വിഷാദ രോഗികളായി മാറ്റപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ 6 ദിവസവും അധ്വാനിച്ചതിന് വേല ഒക്കെയും ചെയ്ത് 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ച് ഒരു വിശ്രമ ദിവസമായി വേർതിരിക്കുവാൻ ദൈവം കൽപ്പന തന്നിരിക്കുമ്പോൾ നാം എത്ര പേരാണ് 7-ാം ദിവസമാകുന്ന വിശുദ്ധ ആരാധനയ്ക്കായി ദൈവസന്നിധിയിലുള്ള വിശ്രമത്തിനായി ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ആരാധനാ സമൂഹത്തിന്റെ അനുഗ്രഹീതമായ അനുഭവമായി ദൈവം വേർതിരിച്ചിരിക്കുന്ന 7-ാം ദിവസം ഇന്ന് എപ്രകാരമാണ് നാം ആ ദിവസത്തെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ദൈവം മനുഷ്യന് മാതൃകയായി 7-ാം ദിവസം വിശ്രമിക്കുകയാണ്. സൃഷ്ടി പ്രക്രിയയിൽ ഈ 7-ാം ദിവസം വിശ്രമ ദിവസമായും, ഈ വിശ്രമം എന്ന് പറയുന്നത് മനുഷ്യൻ എല്ലാ ദിവസവും കഠിനമായി അധ്വാനിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സർവശക്തനായ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നത് 6 ദിവസം അധ്വാനിച്ച് നീ വേല ഒക്കെയും ചെയ്യുക, 7-ാം ദിവസം വിശുദ്ധീകരിച്ച് നീ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു വിശ്രമ ദിവസമായി നാം ഇതിനെ കാണണം എന്നാകുന്നു. ഇവിടെ ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്ന് വിശ്രമിച്ചതുപോലെ മനുഷ്യനും തന്റെ പ്രവർത്തികളിൽ ഒരു വിശ്രമം അനിവാര്യമായിരിക്കുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 7-ാം ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ സൃഷ്ടിയുടെ പൂർണ്ണതയ്ക്ക് കാരണഭൂതനായിരിക്കുന്ന ദൈവത്തിന് മഹത്വം കരയറ്റുന്നതായിരിക്കണം മനുഷ്യന്റെ വിശ്രമ ദിവസം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടിയുടെ പൂർണ്ണതയ്ക്ക് കാരണഭൂതനായിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന് മഹത്വം കരയറ്റുന്നതായിരിക്കണം നമ്മുടെ വിശ്രമ ദിവസം എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. ശബത്ത് നാൾ ദൈവത്തെ ആരാധിക്കുവാനും സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആകുലതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസ്ഥാനത്തിൽ ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്തുവാനും സൃഷ്ടാവിന് മഹത്വം കരയറ്റുവാനുള്ള ഒരു ദിവസമായി നാം ഇതിനെ വേർതിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് ആരാധനയുടെ തലങ്ങളിലേക്ക് നാം ഉയർത്തപ്പെടുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ദൈവജനം ആരാധനാ സമൂഹമാണ്. ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തെ അവരുടെ അടിമ വീടായിരിക്കുന്ന മിസ്രൈമിൽ നിന്ന് മോചിപ്പിക്കുവാൻ മോശയെ അയക്കുമ്പോൾ മോശ ഫറവോനോട് പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. അപ്പോൾ ആരാധനയുടെ ഒരു പ്രാധാന്യത്തെ നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ശബത്ത് ആചരിക്കുന്നതിലൂടെ ആരാധനയുടെ പ്രാധാന്യം മനസ്സിലാക്കി 6 ദിവസവും അധ്വാനിച്ച് നമ്മുടെ വേലകളൊക്കെ ചെയ്ത് 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് സർവശക്തനായ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിച്ച് നമ്മുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും നാം നിർവഹിക്കുകയും ഒരു വിശ്രമത്തിന്റെ അനുഭവം അഥവാ ദൈവസന്നിധിയിൽ നന്ദിയുള്ള മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരനുഭവം, ജീവിതത്തിന്റെ തിരക്കേറിയ സാഹചര്യങ്ങളിൽ നിന്നും ഒരു ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന, ദൈവസന്നിധിയിൽ അല്പമൊന്നിരിക്കുവാൻ കഴിയുന്ന ഒരു ആത്മീയതയുടെ തലമാണ് ശബത്തിലൂടെ ദൈവം വിഭാവനം ചെയ്യുന്നത്. രണ്ടാമത്, ശബത്ത് വീണ്ടെടുപ്പിന്റെ അനുഭവമാണ്. ഒന്ന്, ശബത്ത് വിശ്രമത്തിന്റെ അനുഭവം. തിരക്കേറിയ ജീവിത അനുഭവങ്ങളിൽ നിന്നും ആശ്വാസത്തിനും വിശ്രമത്തിനുമായി ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുക. രണ്ടാമത്, ഇന്ന് തിന്മ ശക്തികൾ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു കാലഘട്ടം. തിന്മ ശക്തികൾക്ക് മനുഷ്യൻ വശംവദനായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ ഒഴുക്ക് ആ വിധത്തിലാണ്. പലപ്പോഴും നാമും അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുള്ള ഒരു യാത്രാമധ്യയായിരിക്കുകയാണ്. ഇവിടെ ശബത്ത് വീണ്ടെടുപ്പിന്റെ അനുഭവം എന്നാകുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ച് എന്നും നീ ഓർക്കുക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. അപ്പോൾ ശബത്ത് നാൾ നാം ആചരിക്കേണ്ടത് ഒരു വീണ്ടെടുപ്പിന് വഴിയൊരുക്കുക എന്നുള്ളതായ ഒരു അനുഭവമാണ്. ഇവിടെ ശബത്ത് വിമോചനത്തിനായും വീണ്ടെടുപ്പിനായുമുള്ള ഒരു അനുഭവമായി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവജനത്തിന് ശബത്ത് അനുഭവം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഈ ശബത്ത് വിശ്രമത്തിനും ദൈവസന്നിധിയിലുള്ള ആശ്വാസം നാം കണ്ടെത്തുമ്പോഴും ഒരു വിമോചനത്തിനും വീണ്ടെടുപ്പിൻ്റെതായ അനുഭവമായി ഈ ശബത്തിനെ ദൈവം നമുക്കായി ഒരുക്കുകയാണ്. ദൈവം ഒരുക്കുന്ന ഒരു സന്തോഷ അനുഭവമാണ് ശബത്ത് നമുക്ക് വേണ്ടി നൽകുന്നതായ ചിന്ത. ഇത് നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്ത് കർത്താവായ യേശു ശബത്താചരണത്തിൽ ചില നവീകരണ ആശയങ്ങളെ അവിടെ കൂട്ടിച്ചേർക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അവിടെ യേശുവിന്റെ ചോദ്യം ഇതാണ്: ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ശബത്ത് മനുഷ്യന്റെ നന്മയ്ക്കായും മനുഷ്യന്റെ വിമോചനത്തിനായും മനുഷ്യന്റെ വീണ്ടെടുപ്പിനായും ജീവന്റെ നിലനിൽപ്പിനും വേണ്ടിയുള്ളതാണ് എന്നാകുന്നു യേശു ശബത്തിനെ പുനർവ്യാഖ്യാനിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇവിടെ കർത്താവായ യേശു പറഞ്ഞു വെക്കുന്നത് ശബത്ത് ആചരണം വെറും അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനുള്ളതല്ല. ശബത്ത് ആചരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയ്ക്കും മനുഷ്യന്റെ വിമോചനത്തിനും അവന്റെ ജീവന്റെ നിലനിൽപ്പിനുമായി അത് ഭവിക്കണം എന്നുള്ളതാണ്.
ദൈവം 10 കൽപ്പനകൾ നൽകിയപ്പോൾ ശബത്ത് ആചരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. ഇവിടെ ശബത്തിന്റെ നിയമം മറ്റ് നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശബത്ത് ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മറ്റ് കൽപ്പനകൾ മനുഷ്യന്റെ ധാർമ്മിക പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചതും മനുഷ്യനെ സംബന്ധിച്ചതുമായ കൽപ്പനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് കർത്താവായ യേശു ശബത്തിനെ ഇവിടെ വ്യാഖ്യാനിക്കുവാനായി ശ്രമിക്കുന്നത്. യേശു പറയുന്നത് ശബത്ത് ആചരണത്തിലൂടെ നമുക്ക് തിന്മയിൽ നിന്നുള്ള വിമോചനവും മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയും അതിലൂടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാകണം ശബത്താചരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശബത്ത് ദിവസം വരണ്ട കഴിയുള്ള മനുഷ്യനെ ആ ദൈവാലയത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി അവന്റെ കൈക്ക് യേശു സൗഖ്യം നൽകുന്നതായി നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇവിടെ മനുഷ്യന്റെ ധാർമ്മികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന അഥവാ പ്രവർത്തനോന്മുഖമായ ഒരു ശബത്താചരണത്തിലേക്കാണ് യേശു നമ്മെ നയിക്കുന്നത്. ഇതിനർത്ഥം ക്രിസ്തുവിന്റെ വരവിലൂടെ ശബത്തിന് പുതിയൊരു ദർശനം കൈവരികയാണ് ഇവിടെ ചെയ്യുന്നത്. യേശു പറയുന്നു, യേശു ശബത്തിലും കർത്താവാകുന്നു എന്നുള്ളതാണ്. അതായത് അതുവരെ നിലനിന്ന ആചാര അനുഷ്ഠാനങ്ങളിലെ പൊള്ളത്തരങ്ങളെ എല്ലാം യേശു ഇവിടെ പൊളിച്ചു കാട്ടുകയാണ് ചെയ്യുന്നത്. ശബത്ത് ആചരണം എന്ന് പറയുന്നത് പൊള്ളയായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ അല്ല, പിന്നെയോ അത് മനുഷ്യ ജീവിതത്തെ തൊട്ടുണർത്തുന്നത് മനുഷ്യന്റെ വിമോചനത്തിന്, മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിനായി അത് പ്രേരകമായി തീരണം എന്നുള്ളതാണ്. ആചാര അനുഷ്ഠാനങ്ങളിലെ നന്മയെ വീണ്ടെടുക്കുകയും ജീവന്റെ വിലയെ, ജീവിതത്തിന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവായ യേശു ശബത്തിന് ഇവിടെ പുതിയ ഒരു വ്യാഖ്യാനം നൽകുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൽ യേശു വളരെ വ്യക്തമായി പറയുന്ന ഒരു ആത്മീയ ചിന്ത, ഇവിടെ മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്ന, വിശപ്പിന്റെ വിളി കേൾക്കുന്ന ഒരു പുതിയ വിമോചന ദൈവശാസ്ത്രം രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശബത്ത് സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് അതിനെ നയിക്കണമെങ്കിൽ ശബത്താചരണം എന്ന് പറയുന്നത് മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്നതും വിശപ്പിന്റെ വിളി കേൾക്കുന്നതും മനുഷ്യന് വിമോചനത്തിന്റെ സാധ്യതകളെ കണ്ടെത്തുവാൻ കഴിയുന്ന ആത്മീയതയുടെ തലങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുന്നതും, അത്തരത്തിലുള്ള ഒരു ദൈവശാസ്ത്ര ചിന്തയിലൂടെ ശബത്തിന് പുനർവ്യാഖ്യാനം ചെയ്യേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം ശബത്ത് ആചരിക്കുന്നതിലൂടെ ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു പോകാതെ അതിലൂടെ മനുഷ്യന്റെ വിമോചനത്തിനും തിരക്കേറിയ ഈ ലോക ജീവിതക്രമത്തിൽ ഒരു വിശ്രമത്തിനും ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ആരാധന സമൂഹത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമായിട്ടും ഈ നാളുകൾ ശബത്താചരണങ്ങൾ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശബത്തിന് യേശു നൽകിയ പുനർവ്യാഖ്യാനം നമ്മുടെ ജീവിതങ്ങളിൽ നാം പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ആരാധനകളിൽ ദൈവത്തിന് മഹത്വം കരയറ്റുവാനും ആരാധനയിലൂടെ തിരക്കേറിയ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഒരു വിശ്രമത്തിന്റെ അനുഭവത്തിലേക്ക്, ശാന്തതയുടെയും സമാധാനത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ
നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ.